തനിക്കൊരു നല്ല ജോലി, വരുമാനം, സുഖജീവിതം അതെനിക്കിഷ്ടമല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബോംബെ വിടാൻ സമ്മതിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ലുക്ക് ദീപക്, ഈ നഗരം ഇവരുടേതാണ്. ലീല ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിച്ചാൽ എന്റെ ജീവിതം പച്ചപിടിക്കും. നിനക്ക് ഇവിടെ ഒരു നല്ല ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ ബോസിനോട് പറയാം. പക്ഷേ എന്റെ ബോസിനും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിനും നീ ഒരു പ്രോബ്ലം ആവരുത്. ഇല്ല, അല്ലെങ്കിലും എന്തെങ്കിലും ഞാൻ നിനക്കൊരു പ്രോബ്ലം ആയിട്ടുണ്ടോ? അമ്മണിയമ്മേ, ആ ചട്നി ഒന്ന് വേഗം എടുത്തേ. എടുത്തി. ആ മോളെ, ഈ ദോശയും പ്ലേറ്റും ഒക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കേ. ഒന്നും വേണ്ട, ചായ മാത്രം മതിയെന്ന്. ഒന്നും കഴിക്കാതെ പറഞ്ഞു കേക്കണ്ടേ? ഉച്ചയ്ക്ക് മുമ്പ് എറണാകുളത്ത് എത്തണമെന്ന്. അമ്മേ, അയ്യോ, എന്ത് പറ്റി? അശ്വതിയെ, എന്താ ഇവിടെ? അമ്മേ, എന്താ ഉണ്ടായേ? നീ വീണോ? ഞാൻ വീണതല്ല. ഈ വീട്ടിൽ പുതിയൊരാള് വരാൻ പോവാ. ഇത്ര ശബ്ദം ഉണ്ടാക്കി അടുക്കളക്കൂടെ? രേവതിക്ക് ഒരു തലച്ചുറ്റല്. എന്നിട്ട് ഹരി അച്ഛനാവാൻ പോണെന്ന്. അതെയോ? അത് ശരി. ഇവിടെ ഒരു കുഞ്ഞുമാവേണ്ടാവാൻ പോണു. ആ അപ്പു, അമേരിക്കയിലേക്ക് രേവതി മോളുടെ അച്ഛനെയും അമ്മയെയും ഉടനെ വിളിച്ചറിയിച്ചേ. വേറെ ആരെങ്കിലും വിളിക്കണോ? സർവേശ്വരനെ വിളിക്കടോ, ഫോണിലല്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഹരി ഇതെങ്ങോട്ടാ? എല്ലാവരും വിളിച്ചുകൂട്ടി ഒന്ന് ആഘോഷിക്കണ്ടേ, അല്ലേ രേവതി? അടിച്ചു പൊളിക്കണം ചെറേച്ചാ. എറണാകുളത്തെ മീറ്റിംഗിന് എത്താതിരിക്കാൻ പറ്റില്ല മോളെ. അതിനാരെങ്കിലും അയച്ചൂടെ? കാര്യങ്ങൾ നടക്കട്ടെ. തന്നെയല്ല, വലിയൊരു ഐശ്വര്യം വന്ന ദിവസ. ഒന്നും മുടക്കുകയല്ല, നടത്തുക വേണ്ടത്. നീ ചെല്ല്. ഏതടി പോയിന്റ്? സോറി, പോകാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാ. വന്നിട്ട് ആഘോഷിക്കാം നമുക്ക്. എന്തേ? അത് മതി. ഹരിയേട്ടൻ പോയിട്ട് വാ. ഞാൻ വിളിക്കാം. വരട്ടെ. ലീല ഗ്രൂപ്പ് പോലത്തെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റിന് ഒരു പിന്തുടർച്ചാവകാശം വരുന്നു. ബോസ്, ഇത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട കാര്യം തന്നെ. പാർട്ടി വേണം. തീർച്ചയായിട്ടും. പിന്നെ പാർട്ടി എവിടെ എങ്ങനെയെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്തൊരു പാർട്ടി ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട്. ലെറ്റ്സ് ചിൽ ബോസ്, കം ഓൺ. ഹലോ, മിസ്സസ് ഹരി ഒന്ന് കിട്ടോ? മിസ്സസ് ഹരിയാണല്ലോ സംസാരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആരാ? നിങ്ങളുടെ ഒരു വെൽ വിഷർ ഹരി ഇല്ലേ അവിടെ? ഇല്ല, എറണാകുളത്ത് പോയിരിക്ക. എന്താ? അല്ല, സ്വന്തം ഭാര്യ ഗർഭിണിയായതിലുള്ള സന്തോഷം മറ്റൊരു സ്ത്രീയുമായി പങ്കുവയ്ക്കുന്ന ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നിങ്ങൾ ആരാ? എന്തൊക്കെയാ പറയുന്നേ? പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു വെൽ വിഷർ. ഞാൻ ഈ പറഞ്ഞ സത്യം മാഡത്തിന് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബീച്ചിലെ ക്വീൻ അറേബ്യൻ കോട്ടേജിൽ ചെന്നാൽ എല്ലാം നേരിട്ട് കാണാം.
എറിയല്ലേ മോളെ, ജീവിതാണ്, കുടുംബാണ്. ഒരു സങ്കടത്തിൽ വലിച്ചെറിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അവനും അത് ചെയ്തു, നീയോ അത് തന്നെ ചെയ്യരുത്. ഒരു പാവം മനുഷ്യന്റെ വീർപ്പും കണ്ണീരുമായി കുടുംബം. നമ്മുടെ അച്ഛന്റെ. എന്നെ വിട്, അച്ഛനെ അറിഞ്ഞാൽ തകർന്നു പോകും. അച്ഛന് വേണ്ടി 10 പേര് അറിയുന്ന നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ കാല് പിടിക്കാൻ അപേക്ഷിക്കാൻ. ദയവ് ചെയ്ത് മോള് പോകരുത്. ഭർത്താവിന്റെ ഏട്ടനെന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. നിന്റെ ഏട്ടനെന്ന് എനിക്ക് പറയാലോ. പറയാ. എവിടെ ചെന്നാലും അനുഭവിക്കാനുള്ള ഒരേ വേദനയാണെങ്കിൽ അതിവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചനുഭവിച്ചൂടെ? പോകരുത്. ആരാ? ആരാന്ന്? അവനെവിടെ? ആര്? ആരെന്നോ? വിളിക്കവനെ. ഒരു ബോസും സെക്രട്ടറിയും. നിന്നെ തെറ്റു പറയാനും ഗുണദോഷിക്കാനും ഞാൻ ആളല്ല. തെറ്റ് ചെയ്ത എന്റെ അനിയനാ, അവനെ ഞാൻ തിരുത്തിക്കോളാം. എന്തിനാ കുട്ടി ദൈവം പൊറുക്കാത്ത ഇമാതിരി തെറ്റുകൾ ചെയ്യുന്നത്? ഒരു കുടുംബത്തിന്റെ അന്തസ്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം, ഇതൊക്കെ വെച്ച് കളിച്ചിട്ട് വേണോ നിനക്ക് ജീവിക്കാൻ, സൂഹിക്കാൻ? നിങ്ങൾ എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീയായിട്ട് തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കണം. നീ പോണം. എന്ത് വേണമെന്ന് വെച്ചാ എഴുതിയെടുക്കുക, സ്ഥലമിടുക. പിന്നെ എന്റെ അനുജന്റെ ജീവിതത്തിൽ ഒരിടത്തും തന്നെ കണ്ടുപോരുത്. എനിക്ക് എന്റെ കുടുംബം വലുത്. എനിക്ക് പണം തരാനും പറഞ്ഞു വയ്ക്കാനും നിങ്ങൾ ആരാ? ശരിയാ, ഞാൻ ആരാണെന്ന് ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കി തരാൻ തുടങ്ങിയ പിന്നെ മനസ്സിലാക്കാൻ നീ ഉണ്ടാവില്ല. മനസ്സിലായോ? ഹലോ, എന്താ ഭീഷണിയാണോ? താനാരാ? ഒരു മനുഷ്യൻ. രൂപം കൊണ്ട്, ജീവിതം കൊണ്ട് എന്താണോ അവതാരം? കൂട്ടിക്കൊടുപ്പാ. കള്ള സൂറേ, കുടുംബം കലക്കാൻ ഒരുത്തിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. എടോ, കളിക്കരുത്. തനിക്കെന്നെ അറിഞ്ഞൂടാ. എന്നെ എനിക്ക് നന്നായിട്ട് അറിയാൻ മോനെ. ഈ വക സൈസുകളൊക്കെ മുന്നിൽ വന്ന് പെട്ടാ വിട്ടുകൊടുത്തോന്നല്ല ഞാൻ. അനുഭവിച്ചറിയണം നിനക്ക്. എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടന്റെ കൊള്ളരുതായ്മ എന്താ? എന്നാ അതിവിടെ വേണ്ട. ഹരി, ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. മനസ്സിലായില്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടരുത്. തെറ്റും ശരിയും തരംതിരിക്കലും ഗുണദോഷിക്കലും ഒക്കെ നമ്മൾ തമ്മിൽ മതി. മറ്റുള്ളവരുടെ മുന്നിൽ വേണ്ട. ഭരണം വീട്ടില്, പുറകെ നടന്ന് ഭരിക്കണ്ടെന്ന് മനസ്സിലായോ? കുട്ടിക്കാലത്ത് നിന്റെ ദുശാഠ്യങ്ങൾക്ക് പോലും നിന്നെ ഞാൻ നുള്ളി തവിച്ചിട്ടില്ല. ഇത് ഏട്ടനെ ജയിക്കാനല്ല, ഇനി അങ്ങോട്ട് എന്റെ മോൻ തോക്കാതിരിക്കാനാ. ഏയ്, leave it. ലീല ഗ്രൂപ്പിന്റെ അന്ത്യം, അതിനുവേണ്ടി ഞാൻ നീക്കിയ കരുക്കൽ, അതിവിടം വരെ എത്തി. പോരാ, അത് പോരാ. ലീല ഗ്രൂപ്പിന്റെ അന്ത്യം കാണണം എനിക്ക് നേരിട്ട് തന്നെ. ഹരി, പപ്പനും അപ്പവും ഇംഗ്ലണ്ടിലേക്ക് അയച്ച് വാർത്തെടുത്ത ആ തലച്ചോറ്, അതാണ് ഇന്ന് ലീല ഗ്രൂപ്പിന്റെ നെടുംതൂൺ. അത് തകരണം. ആ നെടുംതൂൺ തകർന്നാൽ പാളയം പപ്പനും പുന്നാരമകൻ അപ്പവും വേരോടെ കുത്തിയൊലിച്ച് പാളയം മാർക്കറ്റിന് മുന്നിലെത്തും. തെണ്ടണം. എനിക്കത് കണ്ണു നിറച്ച് കാണണം. എന്താ ഹരി? അവന്റെ മരണ വാർത്ത അറിഞ്ഞ് നാളെ കോഴിക്കോട് നഗരം ഉണരൂ. വെരി ഗുഡ്. നീ നിന്റെ വേഷം നന്നായി കൈകാര്യം ചെയ്തു. ഗുഡ്. കൈക്കലാക്കാവുന്നതിലും അധികം പണം നീ അവന്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തു. എന്നാലും നമ്മൾ തമ്മിലുള്ള കരാർ അനുസരിച്ചുള്ള പണം ദാ ഇതിലുണ്ട്. ദീപക്, ഇനിയും നിങ്ങൾ രണ്ടുപേരും ഈ സിറ്റിയിൽ തങ്ങുന്നത് എനിക്കും നിങ്ങൾക്കും അപകടമാണ്. അതുകൊണ്ട് എല്ലാം ഫിനിഷ് ചെയ്ത് രാത്രിയോടെ ഇവിടം വിടുക. ഇനി നമ്മൾ തമ്മിൽ കാണില്ല, കാണാൻ പാടില്ല. ബൈ.
ഓക്കെ